എല്ലാവർക്കും ആൽവിൻസ് ഡയറീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സ്വിറ്റ്സർലൻഡ് ജർമ്മനിയുടെ ബോർഡറായിട്ടുള്ള ഷാഫ്ഹൗസനിലാണ്. ഇവിടെ മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാൾസാണ് നിങ്ങളീ കാണുന്നത്. ഇത് ജർമ്മൻ ബോർഡറോട് ചേർന്നിട്ട് സ്വിറ്റ്സർലൻഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഷാഫ്ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു വാട്ടർഫാൾസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഷാഫ്ഹൗസനിൽ എത്തിയിട്ട് അവിടുന്ന് ചെറുതായിട്ടൊരു ഡീബിയും കൂടെ എടുത്തിട്ടാണ് ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ ട്രെയിൻ സ്റ്റേഷൻ്റെ പേര് നോയ്ഹൗസൻ റൈൻഫാൾസ് എന്നുള്ളതാണ്. സോ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ലിഫ്റ്റ് ഉണ്ട്, ആ ലിഫ്റ്റ് വഴി താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് സ്വിറ്റ്സർലാൻഡിന്റെ ബോർഡറിലുള്ള റൈൻഫാൾസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അപ്പൊ എല്ലാവർക്കും ആൽവിൻസ് ഡയറീസിലേക്ക് സ്വാഗതം. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 23 മീറ്റർ ഉള്ളൂ കേട്ടോ. ഇത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ വാട്ടർഫാളാണ്. ഇതിൻ്റെ ഉയരം 23 മീറ്റർ ഉള്ളുവെങ്കിലും ഇതിൻ്റെ ആ ഒരു ഒഴുകുന്ന വെള്ളത്തിൻ്റെ ആ ഒരു വോളിയം, ആ ഒരു കണക്കിലാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ വാട്ടർഫാൾസ് ആയിട്ട് റൈൻഫാൾസ് നിലകൊള്ളുന്നത്. ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കാണുന്ന ഒരു കൊട്ടാരം, അതിനെ ഷ്ലോസ് എന്ന് വിളിക്കുക, ജർമ്മൻ ഭാഷയിൽ സ്ലോസ്. അത് സ്ലോസ് ലൗഫൻ ആണ്. ലൗഫൻ ഇതൊരു 1000 വർഷത്തിൽ മേലെ പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. നമ്മൾ ഈ കൊട്ടാരത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. ഈ യാത്രയുടെ അവസാനം നമ്മൾ ഈ കൊട്ടാരത്തിലേക്ക് സന്ദർശിക്കും. സോ ഇപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഒഴുകുന്ന ഒരു റൈൻ നദിയുടെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് കേട്ടോ. ഏകദേശം 17,000 വർഷങ്ങൾക്ക് മുൻപ് ലാസ്റ്റ് ഐസ് ഏജിൻ്റെ സമയത്താണ് ഈ ഒരു റൈൻഫാൾസ് രൂപം കൊണ്ടതെന്ന് കരുതപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടം അനുഭവിക്കാനായിട്ട് റൈൻ നദിയിലൂടെ ബോട്ട് യാത്രകളൊക്കെ ലഭ്യമാണ് കേട്ടോ. സമ്മർ ടൈമിലാണ് ഇത് ബോട്ട് യാത്രകളിലൂടെ ലഭ്യമായിട്ടുള്ളത്. ഏകദേശം 15 മിനിറ്റ് ദൈർഘ്യമുള്ള ബോട്ട് യാത്ര വഴി നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ എല്ലാ ആംഗിളിൽ നിന്നുള്ള നമുക്ക് വ്യൂ ലഭിക്കും. വളരെ മനോഹരമായിട്ടുള്ള ബോട്ട് യാത്ര ഏകദേശം സ്വിസ് കറൻസി 8 CHF മുതൽ ആരംഭിക്കുന്നുണ്ട്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഏകദേശം എല്ലാ ദിവസവും ഇവിടെ ബോട്ട് യാത്ര ലഭ്യമാണ്. ഇതിൻ്റെ ഏരിയൽ വ്യൂ നമ്മൾ ട്രെയിനിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ, ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിരപ്പള്ളി വാട്ടർഫാൾസ് അല്ലേ എന്ന് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് പോകും. പക്ഷേ നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾസിലൊക്കെ പോലെ സഞ്ചാരികൾക്ക് ഇവിടെ നീന്താനൊന്നും അനുമതിയില്ല കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒഴുക്കും വെള്ളം മൂടുന്ന കല്ലുകളും വളരെ നെഗറ്റീവായിട്ട് ടെമ്പറേച്ചറുള്ള വെള്ളത്തിൻ്റെ തണുപ്പൊക്കെ കാരണം സഞ്ചാരികൾക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ഒട്ടും തന്നെ അനുമതിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ വെള്ളച്ചാട്ടം വഴി ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ഉണ്ട്. എന്നാൽ ഇവിടെ ഇത്ര ശക്തിയേറിയ വാട്ടർഫാൾസായ റൈൻഫാൾസിൽ പോലും യാതൊരുവിധ കൺസ്ട്രക്ഷനോ
ഡാമോ അല്ലെങ്കിൽ പ്രകൃതിയെ നേച്ചറിനെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ കൺസ്ട്രക്ഷൻസും ഇല്ല. ഇവിടത്തുകാരൊക്കെ പ്രകൃതിയെ നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ സംരക്ഷിച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് മാതൃകയാക്കാവുന്നതല്ലേ. റെയിൻഫാൾസിൻ്റെ ഏറ്റവും രൗദ്രഭാവം സ്വീകരിക്കുന്നത് സമ്മറിലാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്താണ് വെള്ളച്ചാട്ടമൊക്കെ ശക്തമാവുന്നത്. എന്നാൽ ഇവിടെ വേനൽക്കാലത്ത് ഈ ആൽപ്സ് പർവ്വതനിരകളിലൊക്കെ മഞ്ഞൊക്കെ ഉരുകി ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും. അതുകൊണ്ട് തന്നെ സമ്മർ ടൈമിലാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഭയങ്കര ശക്തമായിട്ടുള്ള ഒഴുക്ക്. ഈ താഴെ കാണുന്ന റൈൻ നദി 6 രാജ്യങ്ങളുടെ ഭാഗമാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡ്, ലിസ്റ്റൻസ്റ്റൈൻ, ഓസ്ട്രിയ, ജർമ്മനി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, ഈ രാജ്യങ്ങളിലൂടെയൊക്കെ ഈ കൊച്ചു സുന്ദരി ഒഴുകുന്നുണ്ട്. ആ റൈൻ വാട്ടർഫാൾസിന് മുകളിൽ കാണുന്ന റെയിൽ പാളത്തിലൂടെ ആ ട്രെയിൻ പോകുന്നതൊക്കെ വളരെ മനോഹരമായ ഫ്രെയിമാണ്. ഒട്ടേറെ ഇംഗ്ലീഷ് സിനിമകളിലും ഡോക്യുമെൻ്ററീസിലൊക്കെ തന്നെ ഈ ഒരു റൈൻ നദിയും ആ ഒരു വാട്ടർഫാളും ആ മുകളിൽ കാണുന്ന കാസിലൊക്കെ പശ്ചാത്തലം വഹിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന റൈൻ വാട്ടർഫാൾസിൽ സമ്മർ ടൈമിൽ ഏകദേശം പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് 600 ഘനയടി വെള്ളമാണ്. അതായത് 600 ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്. ഇത് ഏകദേശം വിൻ്റർ ആകുമ്പോൾ 250 മാറും. ഡിസംബർ മാസമൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ താപനില ഏകദേശം 1 ഡിഗ്രി 2 ഡിഗ്രി അല്ലെങ്കിൽ -1 ഡിഗ്രി ആ ഒരു ലെവലിലാണ്. നല്ല തണുത്ത കാറ്റും വെള്ളത്തിൽ നിന്ന് വരുന്ന കാറ്റുമൊക്കെ കാരണം ഇവിടെ അധികം നേരം നമുക്കിവിടെ നിൽക്കുക ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ റൈനിൻ്റെ തീരത്തൂടെ നടന്നപ്പോൾ കണ്ട ബ്രിഡ്ജിലൂടെ നമ്മൾ നടക്കുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഞങ്ങളൊരു കാഴ്ച കണ്ടു. അത് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു നദിയുടെ ബ്രിഡ്ജിനോട് ചേർന്നിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറേ ഗ്രൂപ്പ് ഓഫ് മീനുകൾ ഇവിടെ സ്റ്റാൻഡറ്റീസായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു പക്ഷേ മുൻപ് വന്ന ആരൊക്കെയോ ഇവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് തീറ്റകൾ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാവും അവരതും പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്ത് രസകരമല്ലേ. ഇവരൊന്നും അനങ്ങുന്നില്ല. ഇവരെല്ലാവരും ആ ഒരു പൊസിഷനിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഇവരൊന്നും രണ്ടൊന്നും അല്ല കേട്ടോ. മിനിമം ചുരുങ്ങിയത് ഒരു 500 പേരെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലുണ്ടാവും. എല്ലാവരും ഒരേ ഇനത്തിൽപ്പെട്ട മീനുകളാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. നല്ല ഫുഡൊക്കെ തട്ടി നല്ല മുഴുത്തിരിക്കുന്ന മീൻകുട്ടന്മാർ. ഇവിടെ സമീപത്തായിട്ട് കാണുന്ന ബോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എൻജോയ് ദ സോളാർ പവർ. ഇവിടുത്തെ ആരെയൊക്കെ എസ്പെഷ്യലി സ്വിറ്റ്സർലൻഡിലൊക്കെ വളരെയധികം സോളാർ പാനൽ ഉപയോഗിച്ച് പവർ ജനറേഷൻ ചെയ്യുന്ന രാജ്യമാണ്. ഒട്ടുമിക്ക എല്ലാ വീടുകളുടെയും റൂഫ് ടോപ്പിൻ്റെ മുകളിൽ സോളാർ പാനൽ കാണാൻ സാധിക്കും. നാച്ചുറലായിട്ടുള്ള റിന്യൂവബിൾ സോഴ്സസ് മാത്രം ഉപയോഗിച്ച് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നവർ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ അതാ 2 കൂട്ടർ ഇരുന്ന് സല്ലപിക്കുന്നു.
വെള്ളത്തിലൊക്കെ നീന്തി ക്ഷീണിച്ച് കുറച്ചു നേരം വിശ്രമിക്കുകയാണ് കുട്ടി താറാക്കന്മാർ. അവർ രണ്ടുപേരേ ഉള്ളൂ. ആ ഒരു ഇരിപ്പ് കണ്ടിട്ട് പ്രണയിനികളാവാനാണ് സാധ്യത. എന്തായാലും കൂടുതൽ അതിലേക്ക് വീഡിയോ ചെയ്യാതെ അവരുടെ പ്രൈവസിയെ മാനിച്ച് ഞാൻ മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇപ്പുറം എത്തിയപ്പോൾ അത് ആ ഒരു ക്യാസിലിന് താഴെ ആ ഒരു റൈൻ ഫാൾസിൻ്റെ ഫുൾ രൗദ്രഭാവത്തിലുള്ളൊരു ഫ്രെയിം. എന്താ ഭംഗി! അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്ന് തൊട്ടിപ്പുറത്തുള്ള ആ ഒരു റെയിൽ പാളത്തിലൂടെയാണ് നടക്കുന്നത് കേട്ടോ. അതായിപ്പോൾ ഒരു ട്രെയിൻ പോകുന്നു. സ്വിറ്റ്സർലൻഡ് ട്രെയിനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് റൈറ്റ് വശത്തായിട്ട് ആ ഒരു റൈൻ നദിയും ആ താഴേക്ക് ഒഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ പാലത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഈ കാണുന്ന മലകളും ആ മരങ്ങളൊക്കെ ഇല പൊഴിഞ്ഞ് വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്നത്. ഇത് നമ്മളൊരു ഒക്ടോബർ മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസമൊക്കെ ആയിട്ടാണെങ്കിൽ ഈ മരങ്ങളൊക്കെ വളരെ കളർഫുള്ളായിട്ട് നല്ല ചുവപ്പും മഞ്ഞയും ഒക്കെ ചേർന്ന് ആ എടുക്കുന്ന ഫോട്ടോയ്ക്കൊക്കെ അസാധാരണമായിട്ടുള്ള ഒരു ഭംഗിയായിരിക്കും ഈ വാട്ടർഫാൾസും അതായിട്ട് റിലേറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ തന്നെ തരിക. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിന് മുകളിൽ കാണുന്ന ആ ഒരു കൊട്ടാരത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു കൊട്ടാരം സ്ലോസ് ലൗഫൻ എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ഈ ഒരു കോട്ടയുടെ സൈഡിലൂടെയൊക്കെ നമുക്ക് വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്തിച്ചേരാം കേട്ടോ. അങ്ങനെ ഈ ഒരു കോട്ടയുടെ കോട്ടമതിലൊക്കെ വളരെ പണ്ട് കാലത്ത് പണിത കല്ലുകൊണ്ട് പണിത വളരെ മനോഹരമായിട്ടുള്ള കോട്ടമതിൽ. അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ട വാതിലിൻ്റെ അകത്തേക്കൂടെ ഈ ഒരു കൊട്ടാരത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൊട്ടാരത്തിൻ്റെ സൈഡിൽ അതിൻ്റെ ഭിത്തിയിലൊക്കെ കൽഭിത്തിയിലൊക്കെ ഈ ഒരു വാട്ടർഫാൾസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സുകൾ എനിക്ക് കാണാൻ സാധിച്ചു. അടിപൊളിയായിട്ട് വരച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ് ഫ്രെയിമുകൾ അതൊക്കെ ഈ ഒരു കൽഭിത്തിയിൽ വളരെ മനോഹരമായിട്ട് ആലേഖനം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കോട്ടയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു റൈൻ വാട്ടർഫാൾസിനോട് വിട പറയുകയാണ്. ഇനി പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ.